ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് കാലിക്കറ്റ് പുതിയ റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട്, അതുപോലെ മാഹി ആൻഡ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് റാലി നടക്കുന്നത്. റാലി നടക്കുന്ന കറക്റ്റ് വെന്യൂ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഫെബ്രുവരി 20 മുതൽ മാർച്ച് 31 വരെ ആയിരിക്കും റാലിയുടെ ഡേറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഡേറ്റും അതുപോലെ കറക്റ്റ് പ്ലേസും പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 20 ഡിസംബർ 2020 മുതൽ ഫെബ്രുവരി 2, 2021 വരെയാണ്. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് സോൾജർ ജനറൽ ഡ്യൂട്ടി ഓൾ ആംസിൽ 17 മുതൽ 21 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 1/10/1999 ഏപ്രിൽ 1, 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 166 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റിന് അനുപാതികമായ വെയ്റ്റും ഉണ്ടായിരിക്കണം. അതുപോലെ ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് സോൾജർ ടെക്നിക്കൽ 17 മുതൽ 23 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ 1/10/1997 1 ഏപ്രിൽ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് പറയുന്നത് സോൾജർ ടെക്നിക്കലാണ്. 17 മുതൽ 23 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ 1/10/1997 1 ഏപ്രിൽ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ, അതുപോലെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് സോൾജർ ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റൻ്റ് 17 മുതൽ 23 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ 1/10/1997 1 ഏപ്രിൽ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് സോൾജർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് വയസ്സ് 17 മുതൽ 23. ഉദ്യോഗാർത്ഥികൾ 1/10/1997 1 ഏപ്രിൽ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 162 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം. അടുത്ത തസ്തിക സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ്. അതിൽ തന്നെ ഡ്രസ്സർ, ചെഫ്, സ്റ്റുവാർഡ്, സപ്പോർട്ട് സ്റ്റാഫ്, ടൈലർ, വാഷർമാൻ ആൻഡ് ആർട്ടിഷ്യൻ വുഡ് വർക്ക് ഇതെല്ലാം അതിൽ പെടുന്നതാണ്. അതിൻ്റെ വയസ്സ് പറയുന്നത് 17 മുതൽ 23 ആണ്. ഉദ്യോഗാർത്ഥികൾ 1/10/1997 1 ഏപ്രിൽ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 166 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 76, വികാസം 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് ആണ് യോഗ്യത പറയുന്നത്. അടുത്ത തസ്തിക സോൾജർ ട്രേഡ്സ്മാൻ ഓൾ ആംസ് 8ാം ക്ലാസ് പാസ്. അതിൽ തന്നെ മെസ് കീപ്പർ ആൻഡ് ഹൗസ് കീപ്പർ അതാണ് തസ്തിക വരുന്നത്. 17 മുതൽ 23 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ 1/10/1997 1 ഏപ്രിൽ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹൈറ്റ് പറയുന്നത് 166 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 76, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ റിലാക്സേഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് PFT ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുള്ളപ്പ്, അതുപോലെ അതിൻ്റെ മാർക്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാലിക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതുണ്ട്. അത് ഓർത്തിരിക്കുക. വിശദമായ കറക്റ്റ് പ്ലേസും അതുപോലെ ഡേറ്റും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് ചാർട്ട് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വയസ്സിന് ആനുപാതികമായ വെയിറ്റും ഉണ്ടായിരിക്കണം. ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒന്ന് കമ്പയർ ചെയ്തിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് എളുപ്പമാവും. നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ റാലിക്ക് പങ്കെടുക്കണമെങ്കിൽ ആദ്യം ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതുണ്ട്. അല്ലാതെ ഡയറക്റ്റായിട്ട് റാലിക്ക് പോവുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം റാലിക്ക് പോവുക. റാലിക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്